എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഇത്രയ്ക്ക് കോൺഫിഡൻസ് ഉള്ള സ്ത്രീ ആയിട്ടുള്ള വീണ തൈക്കണ്ടിൽ 2019 മുതൽ 2026 ജൂൺ മാസം 12-ാം തീയതി വരെ കാത്തിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ED അച്ഛന്റെ വീട് റെയ്ഡ് ചെയ്തതിന് ശേഷം മറുപടി പറയാം, കോൺഫിഡൻസ് അങ്ങ് തെളിയിച്ചേക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ ന്യായീകരിക്കില്ല മാഷെ. ഇങ്ങനെ ന്യായീകരിച്ചാണ് ഈ പാർട്ടി ഒരു പരുവാക്കുന്നത്. എന്താ പറഞ്ഞത്? ശരി, നിങ്ങളുടെ പാർട്ടി ഇല്ലാതാക്കപ്പെടണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. എന്നാലും താങ്കൾ എന്ത് ഉറപ്പോടെ കൂടിയാ പറയുന്നത്? വീണ വെള്ളിയാഴ്ച EDയുടെ മുമ്പിൽ പോയി അങ്ങോട്ട് പോയി മറുപടി കൊടുക്കും. കേരളത്തിൽ ഏതെങ്കിലും CPM നേതാവിനോട് നിങ്ങള് ഈ 2016 ചരിത്രം അറിയാമല്ലോ പാർലമെന്റിലെ. അന്നൊന്നും ഞങ്ങളാരും ഇങ്ങനെ ഞാൻ പറയട്ടെന്ന്. താങ്കൾ എന്തിനാ വീണ തൈക്കണ്ടിൽ പിണറായി വിജയന്റെ മകള് ചെയ്യാത്ത പണിക്ക് 2,78,00,000 രൂപ മാസപ്പടി വാങ്ങിയല്ല ചോദ്യം ചോദിക്കുമ്പോൾ താങ്കൾ എന്തിനാ വിഷമിക്കുന്നത്? മെയ് മാസം 27-ാം തീയതി കൈരളി ചാനൽ 2 മണിക്കൂറോളം ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അതിലെന്താ എഴുതി കാണിക്കുന്നറിയോ? പിണറായി വിജയന്റെ വീട്ടില് ED റെയ്ഡ്, പ്രതിഷേധം ഈരമ്പുന്നു. മറന്നിട്ടൊന്നുമില്ല. അയ്യോ, എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ല. 19,295 പേര് കണ്ടിട്ടുണ്ട്, 165 ലൈക്കും കിട്ടിയിട്ടുണ്ട്, 11-ൽ 6 പേര് നെഗറ്റീവ് കമന്റ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇതുപോലെ തള്ളുന്നതിന്റെ കാരണം അച്ഛന് കൊടുത്ത നോക്കുകൂലി മകളുടെ അക്കൗണ്ട് വഴി അയച്ചു, അല്ലെങ്കിൽ ഇവർക്ക് മറുപടി പറയാൻ പറ്റണ്ടേ? ഇപ്പൊ ഇവര് പറയുന്നത് സേവനം കൊടുത്തിട്ടില്ല, സോഫ്റ്റ്വെയറും കൊടുത്തിട്ടില്ല, പിന്നെ എന്തിനാണ് ആനുവൽ മെയിന്റനൻസ്? എന്നെ സംശയിക്കരുത്. എക്സ്പെർട്ട് ഒപ്പീനിയൻ ആണെന്ന്. എക്സ്പെർട്ട് ഒപ്പീനിയൻ കൊടുക്കുന്ന വീണയ്ക്ക് എന്തിനാ ആനുവൽ മെയിന്റനൻസ്? നമുക്ക് ആർക്കും മനസ്സിലാകാത്ത കുറെ ഇംഗ്ലീഷ് വാക്കും കൊണ്ട് വന്നിരിക്കുക. അതെ, നേരാമണ്ണം ഈ കമ്പ്യൂട്ടറൊക്കെ കൊണ്ടുവരാൻ നോക്കിയ സമയത്ത് തല്ലിപ്പൊളിച്ച് സമരം ചെയ്തിട്ട് ഇത് എന്ത് തേങ്ങയാണെന്നറിയാതെ ചുമ്മാ ഇരുന്ന് കുറെ വാക്കുകളെടുത്ത് തട്ടിക്കൊണ്ടിരിക്കുക. ആനുവൽ മെയിന്റനൻസ്, എക്സ്പെർട്ട് ഒപ്പീനിയൻ, അത് ഇത് എന്നും പറയും. അവന്റെ മോതണ്ടല്ലേ ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കട്ടെ. കുട്ടികൾക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ തുടങ്ങിയ കമ്പനിയിൽ നിന്ന് കരിമണൽ കമ്പനിക്ക് എന്ത് കൊടുത്തെന്നാ പറയുന്നത്? ഒരു ഉത്തരവില്ല. എന്നിട്ട് പറയാണ് 2026 ജൂൺ മാസം 12-ാം തീയതി EDയുടെ ഓഫീസിൽ നേരിട്ട് ചെന്ന് കോൺഫിഡൻസ് ഉള്ള പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിൽ മറുപടി അങ്ങ് കൊടുക്കുമെന്ന്. 7 കൊല്ലം കാത്തിരുന്നു, അച്ഛന്റെ പാർട്ടിയുടെ അടിക്കൽ ഇളകി കഴിഞ്ഞു, എന്നിട്ടും പറയാ ഇനിയും കോൺഫിഡൻസ് ഉണ്ടെന്ന്. ദൈവത്തെ ഓർത്ത് ഈ വക തള്ളല്ലേ. കുറെ സഖാക്കന്മാരെ തല്ലും കൊള്ളിച്ച് ജയിലിലേക്ക് വിട്ടിട്ടില്ലേ? അവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. അവരെ കൊണ്ട് നടന്ന് പോലീസ് തെളിവെടുപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആ ഇഷ്ടികയറും മൊട്ടയറും നടത്തിയതിന്. ഇനിയെങ്കിലും നിങ്ങൾ പറയും, നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. MA ബേബി സമരം നടത്തിയല്ലോ, അഖിലേന്ത്യാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി ആഹ്വാന പ്രകാരം സഖാക്കന്മാർ തമ്മിൽ തല്ല് നടത്തിയല്ലോ, ED ഓഫീസ് എന്റെ മുമ്പിലേക്ക് സമരം നടത്തിയല്ലോ. നിങ്ങൾ ഇപ്പൊ പറയുന്നു പാർട്ടിക്ക് ഈ കേസുമായിട്ട് ഒരു ബന്ധമില്ലെന്ന്. ഒരു ബന്ധമില്ലാത്ത കേസിന് എന്തിനാണ് സഖാക്കന്മാരെ 10 രൂപത്തിന് ജയിലിലേക്ക് വിട്ടത്? ഇവർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പറഞ്ഞ കാലത്ത് മുഖ്യമന്ത്രിയുടെ മകൾ എന്തിനാ അന്യ സംസ്ഥാനത്ത് പോയി കമ്പനി തുടങ്ങിയത്? എന്തിനാ ഈ അച്ഛന്റെ ആഫീസ് ലോക്കൽ അഡ്രസ് ആയിട്ട് കമ്പനി തുടങ്ങിയത്? ഇത് വേറെ ഏതെങ്കിലും ഒരു CPM നേതാവിന് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്? കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ കേസിൽപ്പെട്ടപ്പോൾ കോടിയേരിക്കില്ലാത്ത നീതി എന്തിനാണ് പിണറായി വിജയൻ കൊടുക്കുന്നതെന്ന് അന്ന് ഇവർ പറഞ്ഞത് 2 കേസാണ്. ഇന്നിപ്പോ പറയുന്നു വീണയുടെ കാര്യം ഒറ്റയ്ക്ക് നോക്കിക്കോളും, പാർട്ടിയായിട്ട് ഒരു ബന്ധം. ഒരു കാര്യം ഞാൻ പറയട്ടെ, പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറ പ്രതിരോധിക്കാൻ വരുന്നില്ല. ചോദ്യം ചെയ്യുന്നതിനാ CPM പ്രതിരോധിക്കുന്നത്? ഈ കഥനക്കാരനെന്ന് ഞാൻ കൊല്ലുമല്ലോ. നീയേ കുറെ നാളായി കഥനയായിട്ട് നടക്കണം. അപ്പൊ ഏതൊരു സംരംഭകയ്ക്ക് കാര്യത്തിൽ CPM എന്തിനു വരണം എന്നുള്ള ചോദ്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് അവരന്ന് EDയുടെ വണ്ടി തല്ലി പൊളിച്ചത്? വീണ താമസിക്കുന്ന വീട്ടിലല്ലേ വീണയുടെ ഫയലുകൾ റെയ്ഡ് ചെയ്യാൻ പറ്റുമോ? എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. വീണ ഓഫീസ് അഡ്രസ് ആയിട്ട് കൊടുത്ത AKG സെന്റർ റെയ്ഡ് ചെയ്യാത്തത് BJP അല്ലെങ്കിൽ ED കൊടുത്ത ഒരു ഔദാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. നാടിന്റെ പരിസ്ഥിതിയെ മുടിപ്പിക്കുന്ന ഒരു കമ്പനി എന്ന ആരോപണങ്ങളുള്ള ഒരു കമ്പനിയിൽ നിന്നും എന്തിനാണ് ഈ പണം വാങ്ങിയതെന്ന് CPM സംസ്ഥാന സെക്രട്ടറിക്ക് അറിയില്ല. എന്താണ് EDയുടെ വണ്ടി അടിച്ചു പൊളിക്കാൻ ഇറങ്ങി അകത്തായ ആവേശക്കാർക്ക്, പാവങ്ങളാണ്, ആർക്കെങ്കിലും ആ ചോദ്യത്തിന് മറുപടി അറിയില്ല. നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം. മൂള എയിം ചെയ്യുന്നത് വീണ ടിയിലൂടെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ സമുന്നതനായ നേതാവിനെ ചെളിവാരി എറിയാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ ഇമേജ് ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. എവിടെ കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? വാളയാർ ചുരത്തിന് അപ്പുറത്ത് EDക്കെതിരെ കോൺഗ്രസിന് ഒരു നയവും, വാളയാർ ചുരത്തിന് ഇപ്പുറത്ത് EDയെ കുറിച്ച് കോൺഗ്രസിന് മറ്റൊരു നയമാണ്. അത് ശിവഗംഗയിലെ രാജകുമാരനായിട്ടുള്ള ചിദംബരമാണെങ്കിലും, കാർത്തി ചിദംബരമാണെങ്കിലും, നേരത്തെ പറഞ്ഞ DK ശിവകുമാർ ആണെങ്കിലും,
ഈ പറഞ്ഞ കണക്കല്ല കേജ്രിവാൾ ആണെങ്കിലും ഹേമന്ത് സോറൻ ആണെങ്കിലും എല്ലാം ഒരു നയവും ഇതുപോലൊരുത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത്. രാത്രി മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. കേരളത്തിൽ വരുന്നുണ്ട് ഇങ്ങനെ ഒരു നയമാണ് കോൺഗ്രസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാണ്. ഇന്നിപ്പോ ഈ ചർച്ചയിലൂടെ അത് കൃത്യമായിട്ട് വെളിവായതാണ്. പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നത്. പിന്നീട് ഈ ഒരു വിഷയത്തിൽ ഇവർ നൽകിയ സേവനങ്ങൾ എന്താണെന്നുള്ളതും ഇവരെങ്ങനെയാണ് കൺസൾട്ടന്റ് ആയിട്ടുള്ളതെന്നും വളരെ വ്യക്തമായിട്ട് അവരെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അല്ലെ അവർക്ക് സമൻസ് അയക്കുമ്പോൾ നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? അവരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവരുടെ വീട്ടിൽ ഈ 12 വീടുകളിൽ ഒരേ സമയം 12 അടുത്ത് ഒരേ റെയ്ഡ് നടന്നല്ലോ. ആ റെയ്ഡിൽ കണ്ടെത്തിയ വിവരങ്ങളൊക്കെ വെച്ചിട്ട് അവരെ അന്വേഷിക്കട്ടെ, എന്നെ സംശയിക്കരുത്. Investigation revealed a complete lack of evidence supporting any consultancy work performed by either ex-alleged Veena. Contrastingly, കേട്ടോ, മനസ്സിലായില്ല. മനസ്സിലാക്കാൻ നിന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. ATN technologies hired later by CMRL provided structured IT solutions at a far lower cost. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വീണ കൊടുത്തു 1.72 കോടിക്ക് വീണ കൊടുത്തു എന്ന് പറയുന്ന സേവനങ്ങൾ അറ്റ്ന എന്ന് പറയുന്ന വേറൊരു കമ്പനിയും അതിനേക്കാൾ താരതമ്യേന തുച്ഛമായ അങ്ങേയറ്റം തുച്ഛമായ പൈസ ചെയ്തു കൊടുത്ത കാര്യം പറയുന്നുണ്ട്. ഒരു സേവനവും ചെയ്തു കൊടുത്തിട്ടില്ല. പക്ഷേ ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും ഒരിക്കൽ പിടിക്കപ്പെടും എന്ന് ഓർമ്മ വേണം. എസ്എഫ്ഐയുടെ റിപ്പോർട്ടറിന്റെ കോപ്പി എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ഇതിനകത്ത് കൺസൾട്ടന്റ് ആയിട്ടുണ്ടെന്ന്. ഈ കൺസൾട്ടന്റ് ആയിട്ട് എന്ത് ചെയ്തു എന്നുള്ളതും എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്തതെന്നുള്ളതും ഉത്തരവാദിത്തമായിട്ട് പറയേണ്ടുന്നത് വീണ ടി തന്നെയാണ്. മനസ്സിലാക്കി കളഞ്ഞല്ലോ. പിന്നെ AKG സെന്റർ അഡ്രസ് ആക്കി വെച്ചവരാണ്. അവരുടെ പിതാവിന്റെ പാർട്ടി അതിന്റെ പേരിൽ തെരുവിൽ പഴികേക്കാണ്, മഴ കൊള്ളുകയാണ്. ആ പാർട്ടിയുടെ സഖാക്കൾ ഓരോ വീടുകൾക്ക് ഏക അത്താണിയായ പാവങ്ങൾ സഖാക്കളാണ്. ആ റെയ്ഡ് പ്രതിരോധത്തിന്റെ പേരിൽ ഗുരുതര വകുപ്പുകളിൽ അകത്ത് കിടക്കുകയാണ്. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ. ഇപ്പോഴെങ്കിലും എക്സാലോജിക്ക് ഉടമസ്ഥയ്ക്ക് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കണ്ടേ? ഇതൊക്കെയാണ് ചെയ്ത സേവനങ്ങൾ, ഇതൊക്കെയാണ് കൊടുത്ത സേവനങ്ങൾ, ഇതിന്റെ പേരിൽ എക്സാലോജിക്കിനെയും എന്റെ പിതാവിന്റെ പാർട്ടിയെ ആക്രമിക്കരുത് എന്നൊരു വാർത്താക്കുറിപ്പ് ഇറക്കാൻ ബാധ്യസ്ഥമല്ലേ അവർ? മിണ്ടുന്നില്ലല്ലോ, കമാന്ന് മിണ്ടുന്നില്ലല്ലോ. ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, അത് വരട്ടെന്നേ. അത് കോടതിയിൽ ഹാജരാക്കേണ്ടുന്ന രേഖകൾ അവർ കോടതിയിൽ ഹാജരാക്കും. അവരെന്തായാലും കക്ഷി ചേർന്ന് ഒരു കോടതിയിലും പോയിട്ടില്ലല്ലോ. CMRL തുടരന്വേഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹർജിയല്ലേ എന്തിട്ടുള്ളൂ. വീണ തൈക്കണ്ടിയിൽ ഒരു കോടതിയിലും അവരെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ഹർജിയും കൊടുത്തിട്ടില്ലല്ലോ. പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കൃത്യം കക്ഷികളാ. അപ്പോൾ ഇതിനേക്കാളും സുപ്രധാനമായ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.